നാശാവില്ല. മനുഷ്യൻ നാശാകൽ എപ്പോഴാണ്? റബ്ബ് തൻ്റെ മുന്നിലുണ്ട് എന്ന ബോധം മാഞ്ഞാൽ നാശായി. ആ ബോധമാണ് അടിസ്ഥാനം. റബ്ബിൻ്റെ മുന്നിലുണ്ട്. ഈ സുന്നത്ത് നിസ്കരിച്ചാലും മള്ളി നിസ്കരിച്ചില്ല. സുന്നത്ത് നിസ്കരിച്ചോന് ഈ ബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല, സുന്നത്ത് നിസ്കരിക്കാത്തവന് ഈ ബോധം ഉണ്ടാവില്ലാന്നും ഇല്ല. നേരത്തെ ജമാഅത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് നന്നാവില്ല. ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ എവിടെയോ 2 ക്ലാസ് മുമ്പ് പറഞ്ഞേ, ഒരു ക്രിസ്ത്യാനിയായ ഒരു ഡോക്ടർ പറഞ്ഞ സംഭവം ഞങ്ങളോട് പറഞ്ഞല്ലോ. ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടർ പറഞ്ഞു, എന്ത്, ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ നിരീശ്വരവാദിയാണ്. എന്തുകൊണ്ട്? എൻ്റെ അയൽവാസി 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയായി. കാരണം അയാളെപ്പോലെ ഒരു ദ്രോഹിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ മതം മനുഷ്യനെ ദ്രോഹിയാക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നിലക്കത് സത്യമാണ്. കാരണം എന്താണ്? ഈ നിസ്കാരം നോമ്പോക്കോടുകൂടെ നമ്മളെ സ്വർഗ്ഗം ഉറച്ചു നമ്മൾ മനസ്സിലാക്കുകയാണ്. മനുഷ്യനെ ഉപദ്രവിക്കാൻ ഒരു മടിയില്ല, മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ ഒരു മടിയില്ല. അത് ചതിയാണ്. 25 കൊല്ലമായി ഞാൻ പറഞ്ഞ് എൻ്റെ നാവിൻ്റെ ഈ സൈഡ് തേഞ്ഞു. അതിന് മാത്രമായിട്ടുണ്ട്. നിസ്കാരത്തിൽ വഞ്ചിതരാകരുതിട്ടോ, അതിനൊന്നും വഞ്ചിതരാകണ്ട. അത് ഇജ് നല്ലോനാണെങ്കിൽ ആക്കം കൂട്ടും, അത്രയേ ഉള്ളൂ. ഇജ് നല്ലോനാണോ നിസ്കാരം നിനക്ക് ആക്കം കൂട്ടും, മേലക്ക് കയറാൻ ഒക്കെ. മുനാഫിയൊക്കെ ഖുർആൻ ഓതുന്നു മുസ്തഫ നബി പറഞ്ഞില്ലേ, യഖ്റഉൽ ഖുർആന. മുനാഫിയൊക്കെ യഖ്റഉൽ ഖുർആന, മുനാഫിയൊക്കെ ഖുർആൻ ഓതുന്നു ഹബീബ നബി പറഞ്ഞില്ലേ. ഹദീസല്ലേ, സ്വഹീഹ് ബുഖാരിയിലില്ലേ, യഖ്റഉൽ ഖുർആന. മുനാഫിഖ് ഖുർആൻ ഓതും റസൂൽ പറഞ്ഞില്ലേ. റസൂൽ പറയല്ലേ, അന്നത്തെ കാലത്ത് ഓതുന്നല്ലേ പറഞ്ഞർത്ഥം. എവിടെ മുനാഫിഖ്? മുനാഫിഖ് എവിടെ? പറ, എവിടെ മുനാഫിഖ്? ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ. നിങ്ങൾ ഇതിലൊന്നും വഞ്ചിതരാകേണ്ട മനുഷ്യന്മാര്. ഞാൻ വഞ്ചിതനാവില്ല. ഒരാൾക്ക് നീണ്ട താടി ഉണ്ടായതുകൊണ്ടോ തലയെക്കെട്ട് ഖുർആനോ ഇടണോണ്ടോ അതിനൊന്നും ഞാൻ വഞ്ചിതനാവില്ല. അതൊക്കെ അതൊന്നും നിങ്ങൾ വഞ്ചിതരാകണ്ട. അതൊന്നും പടച്ചോനോൻ്റെ മനസ്സിലുണ്ട് എന്നതിന് തെളിവല്ല. പടച്ചോൻ മനസ്സിലുണ്ട് എന്നതിന് ഒരിക്കലും തെളിവല്ല. അത് ഒരു രഹസ്യമാണ്. അൽ-ഇഖ്ലാസു സിർറുൻ ബൈനൽ അബ്ദി വബൈന റബ്ബി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മലക്കുകൾക്കറിയില്ല. ഇഖ്ലാസ് മലക്കുകൾ അളക്കൂല. കാരണം അവർക്ക് അതിൻ്റെ മീറ്റർ ഓരോ കയ്യിലില്ല. അതാരെ അളക്കൂ മാത്രം. എന്താ ഞാൻ പറഞ്ഞത്? ഇഖ്ലാസ് ആരളക്കൂല. അതായത് നിസ്കാരം മലക്കൾ എഴുതിച്ചു കൊണ്ടുപോകും. ഇനി അതിലേക്ക് അള്ളാൻ്റെ ഒരു മീറ്റർ കയറ്റണം. ആ മീറ്റർ ആരെ കയ്യിലേ ഉള്ളൂ? അല്ലാതെ അതിൽ ആ മീറ്റർ നോക്കിയാൽ മാത്രം ക്ലിയർ ആവും. അതിലൊന്നും വഞ്ചിതരാകണ്ട. അൽ-ഇഖ്ലാസു സിർറും ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മാത്രമുള്ള രഹസ്യമാണ് എന്ത്? ഇഖ്ലാസ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ അമൽ സ്വീകരിക്കപ്പെടില്ല. ഉമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഉമാ ഉമിറൂ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായ ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് എടുക്കണമെന്നല്ലാതെ കൽപ്പനയില്ല. അപ്പം നിസ്കാരത്തിന് കൽപ്പനയില്ല. എന്തിനാ കൽപ്പന? ഇഖ്ലാസോട് നിസ്കരിക്കാൻ കൽപ്പന. വമാ ഉമിറു, അർത്ഥം വെക്ക്. പച്ച മലയാളം പോലത്തെ അർത്ഥമല്ലേ അതൊക്കെ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹ്ക്ക് ആരാധിക്കണമെന്ന്. മുഖ്ലിസീന, ഇഖ്ലാസ് ഉള്ളവരായ നിലയിൽ, അല്ലാതെ കൽപ്പനയല്ല. അതായത് രണ്ട് കൽപ്പനയല്ല. നിസ്കാരം വേറെ ഇഖ്ലാസ് വേറെ എന്ന് കൽപ്പനയല്ല. ഇഖ്ലാസോട് കൂടി നിസ്കരിക്കണമെന്നല്ലാതെ ഇതിൻ്റെ പകുതി ഭാഗം മലക്കൾ എഴുതുള്ളൂ. മറ്റവർക്കറിയില്ല, അതവർക്കറിയില്ല. ഇപ്പം നിസ്കരിച്ചു എന്ന് എഴുതും. നീ അതിൻ്റെ പകുതിയാണ് എന്ത്? നീ അമലിൻ്റെ പകുതിയാണ് എന്ത്? ഇഖ്ലാസ്. അത് രഹസ്യമാണ്. അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അൽ-ഇഖ്ലാസു സിർറുൻ ബൈനൽ അബ്ദി വബൈന റബ്ബി. ഞാൻ പറഞ്ഞു 25 കൊല്ലം എന്ന് പറയാം.
അത് അള്ളാഹ്ക്കതിൻ്റെ രഹസ്യം അറിയുള്ളൂ. ഒന്ന് സ്വർഗം കിട്ടുമോ? ഇല്ല, കിട്ടിക്കൊള്ളുന്നില്ല. അത് അള്ളാഹ്ക്കറിയും. അള്ളാഹു നമ്മളെ മുഖലിസീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ മുഖലിസീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ മുഖലിസീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുഖലിസീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും ചിന്തിച്ചോളി. 50 ലക്ഷം, 1 കോടി, ഇതൊക്കെ ദാനം ചെയ്യും മനുഷ്യന്മാർ. അത് പൗതിയാണ്. ഇനി അതിൻ്റെ പൗതി എന്താ? ഇഖ്ലാസ്. അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ. നമ്മളിങ്ങനെ പറഞ്ഞു കിടക്കും, ഓൻ 1 കോടി കൊടുത്തു, ഓൻ 2 കോടി കൊടുത്തു, ഓൻ 10 കോടി കൊടുത്തു, 100 കോടി. കൈ കൊടുത്തോട്ടെ, നിങ്ങൾ തിന്നോളി. ഓന് കിട്ടണമെങ്കിൽ ഓൻ എന്ത് വേണം? 50 കൊടുത്താൽ പൈസ കൊടുത്താൽ ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചേക്കാം. 500 കോടി റെക്കോർഡിൽ ഉണ്ടാകാതെയും വന്നേക്കാം. ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാകാതെ വന്നേക്കാം. 50 പൈസ റെക്കോർഡിൽ കയറിയേക്കാം. അതും കയറും ഉറപ്പില്ല. 50 പൈസ കയറിയേക്കാം. 1000 കോടി ഇല്ലാതെ വന്നേക്കാം. ആക്കാം, നമുക്കറിയില്ല. അത് എന്ത് നോക്കിയിട്ടാണ് അളക്കുക? ഇഖ്ലാസ്. അത് നമുക്കറിയില്ല. രഹസ്യം. ഒരു വഞ്ചിതൻ. ഞാൻ നിസ്കരിച്ചു, ഞാൻ നോൽമ്പോറ്റു എന്ന് ഇജ്ജ് പറഞ്ഞ് വഞ്ചിതനാകണ്ട പൊട്ടാ. അതിലൊന്ന് ഇജ്ജ് വഞ്ചിതനാകണ്ട പൊട്ടാ. ഞാൻ എൻ്റെ സംഘടനയിൽ എൻ്റെ കുട്ടിക്കാലം മുതലേ തുടങ്ങിയ പ്രവർത്തനമാണ്. അപ്പം എൻ്റെ ദുനിയാവ് മാത്രമല്ല, ആഖിറ അള്ളാഹ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ 2015 ഒരു സദസ്സിൽ വെച്ച് കണ്ടുമുട്ടി. അത് ഞാൻ മറക്കൂല. മനുഷ്യൻ എത്ര വഞ്ചിതനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതാ സംഘടന, ഏതൊന്നും നിങ്ങൾ ആലോചിക്കണം. ഈ സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് ഇമ്മഞ്ഞരിപ്പിച്ചിട്ടുണ്ടാണ്ട ഒരു ബഹുമാനപ്പെട്ട സംഘടന എന്നുള്ള കുട്ടികളി. ഒരു സദസ്സിൽ ആളുകൾ ഇരിക്കുമ്പോൾ ഒരുത്തം പറയാണ്, അവിടുത്തെ വലിയൊരു തൽമക്കണ്ണൻ, വലിയ ക്ലാസ് കയറി സ്റ്റേജ് കസേര കയറി കുത്തിരിക്കുമ്പോൾ പറയാണ് എന്ത്, അവിടുത്തെ വലിയൊരുത്തൻ പറയാണ് എന്ത്, ഞാൻ ഈ സംഘടനൻ്റെ കൊടി കുട്ടിക്കാലത്ത് പിടിച്ചതാണ്. അപ്പം എൻ്റെ ആഹ്റം രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നെ പോലത്തെ ഒരു വഞ്ചിതനെ ദുനിയാവിലെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം ഒന്നുമല്ല, അതൊന്നും ന്യായമല്ല. അതൊക്കെ ആര് നോക്കും? അല്ലാഹ്. അതൊന്നും നമുക്കറിയില്ല. ഖുൽ അമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങൾ പണിയെടുത്തോടി, അല്ലാഹ് കാണും. അതിലേക്ക് അല്ലാഹ് കാണണം. ഖുൽ അമലൂ, ഖുൽ അമലൂ, ഖുൽ അമലൂ, നിങ്ങൾ അമൽ ചെയ്യുവിൻ. ഫസയറല്ലാഹു, പിന്നീട് അല്ലാഹു കാണും. ഇത് അപ്പം കാണൂലേ? അപ്പം തന്നെ കാണും. പിന്നെ പിന്നീട് അത് പിന്നീട് ആണ് നിങ്ങൾക്ക് മുന്നിൽ വരവെക്കുക. അപ്പം തിരിയും. ഹബാവ് മൻസൂറ, വിതറപ്പെട്ട ധൂളിയെ വെളിച്ചെണ്ണറി ചിലത്. ഇത് അള്ളാഹ് അപ്പം കാണൂലേ? ഇവിടെ ഫസ സാക്ക് അർത്ഥം പിന്നീട് എന്നാണല്ലോ. ഇപ്പം എന്തായി അർത്ഥം? ഖുൽ അമലൂ, ഖുൽ അമലൂ, അമൽ ചെയ്യുവീൻ ജനങ്ങളെ. ഫസയറല്ലാഹു, അള്ളാഹു പിന്നീട് കാണും. അപ്പം കാണൂലേ? അപ്പം കാണൂലേ? അള്ളാഹു ഈ അമൽ ചെയ്യുമ്പോൾ കാണുമല്ലേ? പിന്നെന്തിനാ പിന്നീട് പറഞ്ഞേ? എടാ പിന്നീടാണെടാ അതിന് വെള്ളിക്കോലി വെക്കല്. അതല്ലാഹു എന്താണ് വിചാരിച്ച്? കോടിക്കണക്കിന് ദാനം ചെയ്തുകൊണ്ട് പഠിച്ചോ, ഇഞ്ചി പള്ളി ഉണ്ടാക്കിയതുകൊണ്ട് പഠിച്ചോ സ്വീകരിക്കുന്നു. എടാ പള്ളി പൊളിച്ചിടാൻ പറഞ്ഞൊന്നും പഠിച്ചോ തന്നെയല്ലേ? പൊളിച്ച് വലിച്ചെറിച്ച് ഞാൻ പറഞ്ഞില്ലേ? പള്ളി അമ്പലം പൊളിക്കാൻ ഒരു ആയത്ത് ഖുർആനിലില്ല, പള്ളി പൊളിക്കാൻ ആയത്ത് ഖുർആനിലുണ്ട്. അതേസമയത്ത് അമ്പലവും ചർച്ചും സംരക്ഷിക്കപ്പെടൽ മുസ്ലിമീങ്ങളെ ബാധ്യതയാണെന്ന് ഖുർആനിലുണ്ട്. അതൊക്കെ ഓരോ ജനങ്ങളുടേതാണ്. അതിനെ തകർക്കാനോ പൊട്ടിക്കാനോ പാടില്ല. ഖുർആനിലുണ്ട്. നിങ്ങളായി നിന്നാൽ ആരും ഒരു ആരാധനാലയത്തിൽ തൊട്ടുപോകില്ല. അത് ശിർക്കിൻ്റെ ആരാധനാലയമാണെങ്കിൽ പോലും അതെല്ലാം ഓരോ ജനത ബഹുമാനിക്കുന്നതായതുകൊണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ജനങ്ങളാണ്. അതായി നിങ്ങൾ പൊളിച്ചു കളയരുതെന്നും അത് പൊളിക്കുന്നവരിൽ നിന്ന് അതിനെ സംരക്ഷിക്കണം എന്നൊക്കെ അതിൻ്റെ ഒക്കെ വ്യാഖ്യാനം ഖുർആനിൽ നിന്ന് കിട്ടും. ഒരു അമ്പലം പൊളിക്കണം എന്ന ആയത്ത് ഖുർആനിലില്ല. അതേസമയത്ത് എന്തുണ്ട്? പള്ളി പൊളിച്ചു എന്നുണ്ട്, പൊളിക്കണം എന്നുണ്ട്. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله لا تقم فيه أبدا.
മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയ ഒരു കൂട്ടരുണ്ട്. വല്ലദീന തഖദു, ഒരു കൂട്ടർ ഉണ്ടാക്കി മസ്ജിദൻ, പള്ളി. മലയാളത്തിലെ പള്ളി അറിഞ്ഞോളി, അറബിയിൽ മസ്ജിദൻ അറിഞ്ഞോളി. നമ്മളിപ്പോൾ മസ്ജിദുൽ തഖ്വ, മസ്ജിദുൽ ഫലാഹ്, മസ്ജിദുൽ ഫുന്നി, മസ്ജിദുൽ മുജാഹിദ് എന്നൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ. പള്ളി, പള്ളി, മസ്ജിദ്. എന്നിട്ട് പറഞ്ഞേ ലാ തഖും ഫീ അബദാ, നബിയേ ഒരു കാലത്തും ആ പള്ളിയിൽ അങ്ങ് ചവിട്ടരുത്. ലാ തഖും ഫീഹി അബദൻ, അബദൻ ഒരു കാലത്തും അങ്ങ് ആ പള്ളിയിൽ ചവിട്ടിപ്പോകരുത്. എന്ത് പള്ളിയല്ല, പള്ളിന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എങ്ങനെ പള്ളിയിലാക്കണ്? പള്ളിയാകാത്തോണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് ഖുർആൻ എന്തേ പേര് പറഞ്ഞു? അള്ളാഹു തആല ഇങ്ങനെ പറയാം, വല്ലദീന ഇസ്തഖറുഹും ബിനാഅൻ ളിറാറൻ. അങ്ങനെ പറഞ്ഞൂടേനോ? മസ്ജിദ് എന്ന് പറയുമ്പോൾ 4 അക്ഷരം വേണ്ടേ, ബിനാ എന്ന് പറയുമ്പോൾ 3 അക്ഷരം പറയേ. ബാ നൂന് ഹംസ് ബിനാ, പിന്നെ ദീർഘാക്ഷരാണ്, 2 ഫത്തഹിൻ്റെ ഖദറാണ്. ചിന്തിച്ചു നോക്ക്, മദ് മാറ്റിച്ച 2 ഹർക്കത്തിൻ്റെ ഖദറുകൾ. ബിനാ മസ്ജിദോ കനപ്പെട്ട 4 അക്ഷരമുണ്ട്. കുത്തുബുജദിൻ്റെ 2 അക്ഷരയിലുണ്ട്. മസ്ജിദ് കുത്തുബുജദിൻ്റെ അക്ഷരമാണ് ജീമ്. കുത്തുബുജദിൻ്റെ കനപ്പിച്ച് പറയേണ്ട 2 അക്ഷരങ്ങളുണ്ട്. ഒന്ന് ജീമ് കുത്തുബുജദിൽപ്പെട്ടതാണ്, ദാലും കുത്തുബുജദിൻ്റെ അക്ഷരമാണ്. അപ്പോൾ 2 അക്ഷരം കനപ്പിച്ച് പറയേണ്ട 2 അക്ഷരം ഈ മസ്ജിദിലുണ്ട്. എൻ്റെ അള്ളാഹു തആലക്ക് ബിനാദ് പറഞ്ഞൂടേനോ? ബിനാദ് ഒഴുക്കുള്ള വാക്കാം. എന്തേ പറഞ്ഞു? പള്ളി. വല്ലദീന ഇത്തഖദു ബിനാ അല്ല. അപ്പം പള്ളിയായിട്ടുണ്ട്, പക്ഷേ അത് പൊളിക്കണം. പള്ളി തന്നെ, പക്ഷെ പൊളിക്കണം. അമ്പലം പൊളിക്കണം ആയത്ത് ഖുർആനിലില്ല. എന്തേ? മനസ്സിലായോ പറഞ്ഞു? ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മേക്കെട്ട് കയറുന്നവരല്ല മുസ്ലിമീങ്ങൾ, അല്ല. ചിന്തിക്ക്, മുസ്ലിമീങ്ങൾ എന്നാൽ ആരാണ്? മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ. അതിൻ്റെ അപ്പുറത്തൊരു ആരാധന അവർ ചെയ്യൂല. അതേസമയത്ത് അതിൻ്റെ അപ്പുറത്ത് ആരാധിക്കുന്ന ആളുകളെ കൊല്ലാൻ നടക്കുന്നൊന്നുമില്ല. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇവിടെ തിരിച്ചു വരി, ഇഖ്ലാസ്. അപ്പോൾ ഒരു മനുഷ്യന് വലിയ കോടാനക്കോടി സമ്പത്തുണ്ടായി ദാനം കൊടുത്തു, കിട്ടിക്കൊള്ളുന്നില്ല. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ വലിമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിൻ്റെ മുന്നിൽ, എൻ്റെ മുന്നിൽ റബ്ബുണ്ട് എന്ന ബോർഡ്. അത് ചിലപ്പോൾ മുതലാളിക്ക് ഉണ്ടാവും, ചിലപ്പോഴോ കോടാനക്കോടിയുടെ മുതലാളിക്ക് അതുണ്ടാകാം, ഇല്ലാതിരിക്കാം. ചിലപ്പോൾ തൊഴിലാളിക്ക് അത് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഞങ്ങളോടൊരു തൊഴിലാളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പണിക്ക് വിളിച്ചാൽ പണിയാണ്, കൂലിപ്പണിയാണ്, മരണം വരെ. ഇപ്പോഴും കൂലിപ്പണിയാണ്, കൂലിപ്പണി എടുക്കുന്ന തൊഴിലാളിയെ എനിക്കറിയാം. ഒരു വാഴക്ക് മണ്ണിടാനോ പൂളക്കൊമ്പ് കുത്താനോ ചേമ്പിന് മണ്ണിടാനോ അങ്ങനെയുള്ള പണികൾക്കാണ് വിളിക്കുമ്പോൾ പറയും, ബാങ്ക് കൊടുത്താൽ ഞാൻ പള്ളിയിൽ പോകും, അതിനാണെങ്കിൽ വിളിച്ചാൽ മതി. എല്ലാവരും കയറുമ്പോൾ ഞാൻ കയറും ചെയ്യും, പിന്നെ അതിൻ്റെ പേര് വർത്താനം പറയരുത്. ഞാൻ കൂടുതൽ നേരം നോക്കൂല, പക്ഷെ ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോകും. എല്ലാവരും 4 ആൾക്കാരാണെങ്കിൽ ഞാൻ 4 ആൾക്കാരും. കയറുന്ന സമയത്ത് കൂലി കൊടുത്താൽ 50 റുപ്യ മടക്കി കൊടുക്കും. അത് ഞാൻ ഓരോ കൂട്ടത്തിൽ ഒരു 100ൻ്റെയും അസറിൻ്റെയും നേരത്ത് കൊത്തിയിട്ടില്ല, അപ്പോൾ അതിന് 50 റുപ്യ എനിക്ക് മടക്കി തരും. അല്ല അത് വേണ്ട, വേണ്ട, അങ്ങനെ വേണ്ട, അതിൻ്റെ കൂലിച്ച് തരണ്ട, മറ്റോനാ തരും. അങ്ങനത്തെ ഒരാൾ എനിക്കറിയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണിക്കാരനായതുകൊണ്ട് മോശമാവില്ല, കൂലിപ്പണിക്കാരനായത് നന്നാവില്ല. മനസ്സിലായി? കൂളിമാടുന്ന് ദാറുൽ ഖുർആനിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ചു, ഇവിടെ വന്നിറങ്ങി. എത്ര ചോദിച്ചു? 100 റുപ്യ ഇറങ്ങും. അതിമ വെക്കാൻ കൂടിയാൽ പിന്നെ 4 ആൾ പിന്നെ ഓനെ പോലത്തെ ഒരു വരും, കൊടുക്കൽ നിർബന്ധമാണ്. ഇത് അള്ളാഹിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യും, അബോധമില്ല. നാട്ടുകാരെ പൈസ ഉണ്ടായതുകൊണ്ട് നമ്മൾ മുതലാളിയാവില്ല. ആരെ പൈസ കിട്ടണം? അള്ളാഹിൻ്റെ പൈസ കിട്ടിയ മുതലാളിയാവും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇതൊക്കെ സർവ്വസാധാരണയാണ്.
ഭാര്യയും ഭർത്താവും കൂടി പോയി. ഓട്ടോറിക്ഷ ഇറങ്ങിയപ്പോൾ കൂലി പറഞ്ഞപ്പോൾ അത് കുറച്ച് ഏറെ അല്ലേ പറഞ്ഞു. അപ്പോൾ ആ പെണ്ണുങ്ങളെ മുന്നിലിട്ട് ഓട്ടോറിക്ഷക്കാരൻ യാത്രക്കാരനെ തല്ലി. പെണ്ണുങ്ങളെ മുന്നിട്ട് ഓൻ്റെ ഭാര്യൻ്റെ മുന്നിട്ട് അടിച്ച് ഓള് കരിഞ്ഞ്. പിന്നെ കൈക്കരുത്തുള്ളതാണ് ഓട്ടോറിക്ഷക്കാരൻ. അങ്ങനെയുണ്ട്. ഞാൻ ഓട്ടോറിക്ഷക്കാരൻ മോശം അറിയില്ല. ഇതൊന്നും മനുഷ്യന് പൈസ ഇല്ലാത്തതുകൊണ്ട് നന്നാവില്ല. കോടാനക്കോടി ഉറുപ്പുണ്ടായതുകൊണ്ട് നന്നാവില്ല, നശവില്ല. ഒരുത്തന് കോടാനക്കോടി ഉറുപ്പുണ്ട്, എന്താണ് കള്ളിൻ്റെ രുചി, എന്താണ് ബീഡിയുടെ വാസന എന്നറിയൂല. അങ്ങനത്തൊരുണ്ടാവും. ഒരുത്തൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, ഉള്ളവൻ്റെ പുറത്ത് കയറും, എന്നിട്ട് എല്ലാ ദിവസവും കള്ളുടിക്കും. അങ്ങനത്തൊരുണ്ട്. ഇതില്ലേ പറ. ആ ഏതെങ്കിലും ഒരുത്തൻ്റെ മേലക്കട കയറും. എടാ ഇന്ന് നമുക്കൊരു ക്വാർട്ടർ, എടാ ഇന്ന് നമുക്കൊന്ന് പോവുക. നട്ടപ്പാതിരക്കോനെ ഇങ്ങനെ 1 മണി 2 മണി കാലിൽ ആമൽ ഫൈറ്റ് വന്ന് പെരി കിടക്കും. എന്നിട്ട് രാവിലെ 8 മണിക്ക് എണീക്കും, പണിക്ക് പോകണം. എൻ്റെ ഉമ്മ ആലോചിക്കും ഇനിയിപ്പോൾ ഇന്നാരെയാണ് കിട്ടുക. അങ്ങനത്തേനും ഉണ്ടാവും. ഓൻ്റെ പൈസ ഇല്ല, ആരാൻ്റെ പൈസ കൊണ്ട് കള്ളിടിച്ചോ ദിവസങ്ങൾ ഉണ്ടാവും. കോടാനക്കോടി ഉണ്ടായിട്ടും ഇക്കാലം വരെ കള്ളിൻ്റെ രുചി എന്താണെന്നറിയാത്ത 10,000 നമ്മളെ നാട്ടിലുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ചിന്തിക്ക്, മനസ്സിലാവണല്ലേ? ചിന്തിക്ക്. ആരാൻ്റെ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാത്തവരുണ്ടാവും. നേരം വെളുത്താൽ ബസ് സ്റ്റോപ്പ് പോയി കുത്തിരിക്കും. അവിടെ കയറുന്ന പെണ്ണുങ്ങളെ മുഴുവനും കയ്യും കാലും കാണാനും അങ്ങനത്തെ ഉണ്ടാവും. ഒന്ന് ചെല്ലുമ്പോൾ പോകുമ്പോൾ 500 സ്വലാത്തില്ലും, മടങ്ങുമ്പോൾ 500 സ്വലാത്തില്ലും, 1000 സ്വലാത്ത് അങ്ങനെ പൂർത്തിയാക്കും. ഈ ബോധമില്ല. എന്തേ? പഠിച്ചോ മുന്നില്ല, സ്വലാത്ത് നടക്കും. ആയിരക്കണക്കിന് സ്വലാത്തില്ലെന്ന ആളെങ്ങനെ മുനാഫിക്കാവ് ചോദിച്ചു. മിനിഞ്ഞാന്ന് എന്നോടൊരാൾ, ഞാൻ പറഞ്ഞു 10,000 കണക്കിന് സ്വലാത്തില്ലാലും മുനാഫിക്കാവും. ഖുർആൻ ഓതിയോ മുനാഫിക്കാവുന്ന് മുത്തനബി പറഞ്ഞില്ലേ? ഇവിടുത്തെ സ്വലാത്ത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊന്നും കണക്കല്ല, ഒറ്റ കാര്യം കണക്കുള്ളൂ. റബ്ബ് എൻ്റെ മുന്നിലുണ്ട് എന്ന് അടിമക്കൊരു ബോധമുണ്ടാകുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനത്തെ ഒരു ഉണങ്ങിയ ആമയും പറ്റൂല, മനസ്സറിഞ്ഞ ആമയും പറയണം. അള്ളാഹു